പശു മൂപ്പര് കച്ചവടം ചെയ്യുമ്പോൾ വലിയ പശുവാണ്. അപ്പൊ അത് 35 ലിറ്റർ മൂപ്പരെ പറഞ്ഞു കിട്ടിയത്. 35 ലിറ്റർ പാലിപ്പോ കറക്കുന്നുണ്ട്. 35 ലിറ്റർ പാലോ? മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തിട്ട് പോകും. വലിയ ഹൈടെക് ഫാമാണ്. ചെറുവിലയ്ക്ക് വാങ്ങാൻ പറ്റിയ നല്ല ജേഴ്സി പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. ഇത് അവർ 95 രൂപ ചോദിക്കുന്നുണ്ട്. ഏട്ടാ അത് ഫാമിലിക്ക് പറ്റിയ നല്ല വലിയ പശുവാണ്, ജേഴ്സി പശുവാണ്. പാലൊരു 15 to 18 വരെ പ്രതീക്ഷിക്കാം. അതേപോലെയുള്ള വലിയ കെട്ടുതറകൾ നമ്മുടെ ഉണ്ട്. എത്ര പശു വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. എല്ലാ റേഞ്ചിലുള്ള പശുക്കളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ചെറുത് മുതൽ വലുത് വരേക്കുള്ള പശുക്കളുണ്ട്. ഫാമിലേക്ക് പറ്റുന്ന തരത്തിലുള്ള 2 ജൈന്റ് ഹെവി പശുക്കൾ, നല്ല ബ്രീഡ് പശുക്കളാണ്. ഈ കാണുന്ന പശുണ്ടോ, നല്ല ഒന്നാമത് നല്ല ജർമ്മൻ ബ്രീഡ് എന്ന് പറയാം. ആ രീതിയിലുള്ള പശുക്കളാണ്. നല്ല മടിസെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് എത്ര പാല് പ്രതീക്ഷിക്കാൻ പറ്റാണ്? ഇതിന് മറ്റേ പശുവിന്റെ ഉടമസ്ഥൻ പറയുന്നത് 30 ലിറ്റർ കറക്കുന്ന പറയുന്നത്. നമുക്കൊരു 27 ലിറ്റർ കറക്കും. നല്ല ഫാമുകാർക്ക് പറ്റിയ നല്ല വലിയ പശുവാണ്. അപ്പൊ നമ്മള് 27 നമ്മൾ പറയുന്നത്. എത്രാമത്തെ ഡെലിവറി? രണ്ടാമത്തെയാണ്. 6 വലിയ പ്രായം. അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു. നമുക്ക് ഒരു 4 ദിവസം കൊണ്ടാവും. 4 ദിവസം കൊണ്ടാവും. ആ രീതിക്കുള്ള പശുവാണ്. ഇവിടെ എങ്ങനെയാണ്? ഇത് പ്രസവിച്ചു, 2ാം പ്രസവമാണ്. പ്രസവിച്ചു പശുക്കുട്ടിയാണ്. പാലൊരു 20 to 22 കറക്കാനുള്ള. ഇതിന്റെ പശുവിന്റെ ഉടമസ്ഥ 25 കറക്കുന്ന പറയണം. നമ്മൾ 22 പറയുന്നു. ഇത് പിന്നെ നമ്മൾ ക്രോസ് ആണ് കേട്ടോ. നല്ല പൊക്കവും ബലവും ഒക്കെ ഉള്ള തരത്തിലുള്ള പശുവാണ്. നമുക്ക് എങ്ങനെയാ ചോദിക്കുന്നത് ഇവിടെ? ഇത് വന്നിട്ട് അവര് 1.15 ചോദിക്കുന്നുണ്ട്. 1.15 ചോദിക്കുന്നുണ്ട്. ഇത് ഇവര് 1.20 ചോദിക്കുന്നുണ്ട്. 1.20 ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിന് എത്രത്തോളം ബാർഗൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത്രത്തോളം ബാർഗൻ ചെയ്ത് കൊടുക്കും. ഏട്ടാ ചിന്താമണി മോഴയാണ്. ചിന്താമണി മോഴ ബ്രീഡ് നല്ല ബ്രീഡാണ്. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശുവാണ്. നല്ല പാൽശേഷിയുള്ള നല്ല കപ്പാസിറ്റി ഉള്ള പശു തന്നെ. നമുക്കിത് എത്ര ദിവസം ഉണ്ട്? ഇതൊരു 15 ദിവസം ഉണ്ട്. 15 ദിവസം അല്ലേ? ഇപ്പം എത്രാമത്തെ? രണ്ടാമത്തെയാണ്. നമുക്ക് പാലൊക്കെ എത്ര പ്രതീക്ഷിക്കാം? ഉടമസ്ഥൻ പറയുന്നത് 30 ലിറ്റർ കറക്കുന്ന പറയുന്നുണ്ട്. നമുക്കൊരു 27-26 ലെവലിൽ പ്രതീക്ഷിക്കാൻ പറ്റും. അത്ര പറയുന്നു. നമ്മൾ അത്രേ പറയുള്ളൂ. ഇത് നമ്മുടെ രതീഷ് ചേട്ടനാണ്. തൃശ്ശൂരാണ്. പാലിക്കാട് ടോളിന്റെ ഉള്ളിലാണ്. ഈ ഭാഗത്താണ്. അപ്പൊ ചേട്ടന് നമ്മൾ കച്ചവടമായി. മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തിട്ട് പോകും. വലിയ ഹൈടെക് ഫാമാണ്. 20 വലുതാ, ഹെവിയാണ്. നമ്മൾ തന്നെ എടുത്തു കൊടുത്താണ്. ലാസ്റ്റ് എടുത്ത പശു എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഇവിടുന്ന് 35 ലിറ്റർ പാലിപ്പോ കറക്കുന്നുണ്ട്. 35 ലിറ്റർ പാലോ? പഞ്ചാബി പശുക്കൊക്കെ കിട്ടുന്ന ഒരു പഞ്ചാബി പശുവാണ്. നമ്മൾ മറ്റേ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പശു മൂപ്പര് കച്ചവടം ചെയ്യുമ്പോൾ വലിയ പശുവാണ്. അപ്പൊ അത് 35 ലിറ്റർ മൂപ്പരെ പറഞ്ഞു കിട്ടിയത്. അപ്പൊ എന്തായാലും ഇത് നമ്മളിപ്പോ കൈമാറാനായിട്ട് പോവാണ്. എന്താ 100 വരണേ, പെരുകണേ, താഴെ. റഹീമേട്ടാ, ചെറുവിലയ്ക്ക് വാങ്ങാൻ പറ്റിയ നല്ല ജേഴ്സി പശുക്കൾ, നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ഒരു 10-16 കറക്കാൻ പറ്റിയ പാൽ ശേഷിയുള്ള നല്ല പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഒരു 50, 55, 60, 65 റേഞ്ചിൽ വരും. എല്ലാം ഫിക്സഡ് വിലയല്ല. അത് നമുക്ക് എന്ത് വേണമെങ്കിലും പാർട്ടിനെ കൊണ്ട് എത്രത്തോളം താഴ്ത്തി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത്രത്തോളം താഴ്ത്തി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റിയ പശുക്കളാണ്. സൂപ്പർ ഒരു പശു. സിന്ധി ക്രോസ് വന്ന സാധനം. അതെ, സിന്ധി ക്രോസ് വരുന്ന സാധനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പശുവാണ്. നല്ല കൊഴുത്ത പാലായിരിക്കും. നല്ല പാല്, നല്ല ഫാറ്റ് ഉണ്ടാവും. ഇതിപ്പോ എത്രാമത്തെ ഡെലിവറി? ഇത് 2ാമത്തെയാണ്. 6 പല്ലാണ്. അത് 6 പല്ലാണ്. അപ്പൊ അത്യാവശ്യം ഇതിനും ഈ പറഞ്ഞ റേഞ്ചിനകത്ത് നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? അതെ, പറ്റും. ഇത് 2ാം പ്രസവമാണ്. 20 to 27 വരെ കറക്കാൻ പാൽ ശേഷിയുള്ള നല്ല വലിയ പശുവാണ്. 4 പല്ല് പ്രായം. അതെ. ഇതിപ്പോ എത്ര ദിവസം ഉണ്ട്? ഇതിപ്പോ ഒരാഴ്ച കൊണ്ടാവും. ഇപ്പോഴേ മടിയായിട്ടുണ്ട്. ഡേറ്റ് ഉണ്ടല്ലേ? അതെ. ഇനി മടി ആകാനുണ്ട്. ആകാറുണ്ട്. ഇത് 2ാം പ്രസവമാണ്. ഇത് 20 to 22 വരെ കറക്കാനുള്ള ശേഷിയുള്ള പശുവാണ്. അപ്പൊ ഇത് ഒരു 27 വരെ 27 വരെ കറക്കാം. കഴിഞ്ഞാൽ 26 കറന്നാണ്. 1 ലിറ്റർ നമുക്ക് ചേർത്തി പറയാനുള്ളൂ. നമ്മൾ 30 പറയാനില്ല. പക്ഷെ ഒരു ജേഴ്സി പശു ഒക്കെ 3, 4 വാങ്ങിച്ച് കെട്ടുന്നതായിട്ട് ഇങ്ങനെയുള്ള പശുക്കൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാല് ഉൽപാദനം കൂടും പറയാം. നമുക്ക് ഇത് എങ്ങനെയാ ചോദിക്കുന്നത്? ഇത് അവര് 95 രൂപ ചോദിക്കുന്നുണ്ട്. 95 രൂപ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം ബാർഗൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത്രയും ബാർഗൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. രണ്ടും ഒരേ റേഞ്ച് ആണ്. ഒരേ റേഞ്ച്. ഇതിന് അവര് 85 രൂപ ചോദിക്കണം. 85 രൂപ ചോദിക്കണം. അതിനും ഈ പറയുന്ന പോലെയൊക്കെയാണ് നമുക്ക് കമ്മിയാക്കി എന്തെങ്കിലും ബാർഗൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഏട്ടാ അത് ഫാമിലിക്ക് പറ്റിയ നല്ല വലിയ പശുവാണ്, ജേഴ്സി പശുവാണ്. 2 ഉണ്ട്. നല്ല ഹെൽത്തി ഉള്ള നല്ല 4 വലിയ പ്രായത്തിലുള്ള പശുവാണ് ഇത്. ഇത് 2ാം പേരാ? ഇത് 2ാം പേരാണ്. 2ാം പേരാണ് അല്ലേ? അത്യാവശ്യം അടിസെറ്റ് കാര്യങ്ങളുണ്ട്. നമുക്ക് പാലൊക്കെ എത്ര പ്രതീക്ഷിക്കാം? പാലൊരു 15 to 18 വരെ പ്രതീക്ഷിക്കാം. 18 ലിറ്റർ ആ റേഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത് പ്രസവിച്ചല്ലോ? ഇല്ലില്ല, ചെനയാണ്. ഇതൊരു 10 ദിവസമാവും. ഇത് ഒരാഴ്ച കൊണ്ടാവും. ഇതൊരു 10 ദിവസം, മറ്റേത് ഒരാഴ്ച ഉണ്ടാവും. നമുക്ക് എങ്ങനെയാ ഇതിന്റെയൊക്കെ ചോദ്യം? ഇതൊരു 75-80 റേഞ്ച് ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിന് കമ്മിയാക്കി വാങ്ങിച്ചു കൊടുക്കാം. നല്ല കിടക്കാശ് പശുവാണ്.